ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതേ. ഹലോ ഗായ്സ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുക്കാൻ പോവുകയാണെങ്കിൽ ഇപ്രാവശ്യം വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് വോയിസ് എഫക്റ്റ് ഇട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായി. അതിനുശേഷം ഇത് ഞാൻ നേരിട്ടിട്ട് ഒരു വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഇവിടെ അധികം പുറത്തൊന്നും ഇറക്കാത്തതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയ സമയങ്ങളൊക്കെ ഇറങ്ങില്ല കേട്ടോ. രണ്ടിനൊക്കെ ഞാൻ പിടിച്ചാൽ കിട്ടാറില്ല. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതോളെ പിടിച്ചു കഴിച്ചു ഒരു പൊടിക്ക് നിൽക്കുന്നുണ്ടായിട്ടില്ല. ലാസ്റ്റ് റയ്യ പിടിച്ചതിന് കുറച്ചും കൂടി സൈലൻ്റായി. ഓനക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ ഓന് ആടുത്ത് പോകാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ കൂടെ ആയാലോ ഉമ്മാൻ്റെ കൂടെ ആയാലും ഉപ്പാൻ്റെ കൂടെ ആയാലും ആടുത്ത് നിൽക്കാൻ പാടില്ല. ജസ്റ്റ് അകലം പാലിക്കണം. പിന്നെ കുഴപ്പമില്ലതേ. പിന്നെ അവൻ എടുത്തരോ അനങ്ങാണ്ട് നിന്നിട്ടുണ്ടായി. പിന്നെ കുറേ തോട്ടുമ്പോൾ അവരുടെ സ്നേഹബന്ധമാണ് കഴിച്ചു. പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ കുറേ നായ്ക്കളുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ നായ്ക്കളെ കണ്ട ബാക്കിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഞാൻ നായിനെ തീരെ പേടിയില്ല. അതുകൊണ്ട് ഞാനും കൈ പിടിച്ചിട്ടുണ്ടായി. അങ്ങനത്തെ നമ്മളിവിടെ എത്തി കഴിച്ചു. കയ്യെ പിടിച്ച് തീരെ ഇഷ്ടമായില്ല. കൈ ഇളക്കണ്ടിട്ട് പല കളിയും കളിക്കുന്നത്. പക്ഷേ അങ്ങനെ റയ്യ കൈ വിട്ടിട്ടുണ്ടായിരുന്നു കൈസ്. ഞാനിത് മുറുക്ക പിടിച്ചു. കാരണം ഏത് സമയത്ത് കൈ വിട്ട് പോയെന്ന് പറഞ്ഞല്ലോ. പിന്നെ ആ വീടിന് മുന്നിൽ ഒരു അമ്മ ഉണ്ട് കേട്ടോ. എപ്പോൾ നമ്മളടുത്ത് ചിരിക്കുമായിരുന്നു നമ്മൾ തിരിച്ചും ചിരിക്കും കേട്ടോ. പിന്നെ ഇതാ കാണുന്ന നായ്ക്കുട്ടിലേക്ക് കൈ ഇളക്കിയിട്ട് പോകണം കുറേ ശ്രമിക്കും. ഞാൻ നല്ല എനിക്ക് പിടിച്ചുകൊണ്ട് തന്നെ പോകാൻ പറ്റില്ല. പിന്നെ പെട്ടെന്ന് എൻ്റെ കൈ വീഴ്ചിട്ടിട്ട് ഒറ്റ പാച്ച കേട്ടോ. അടുത്തേക്ക് ഞാൻ പോയി പിടിച്ചു കൊണ്ടുവന്നു. പിന്നെ ഇനി അവിടെ നിൽക്കുന്ന അത്രയുടെ സേഫ് ആണെന്ന് തോന്നിയിട്ടുണ്ട് നമ്മുടെ വീട്. പിന്നെ ഇതുപോലത്തെ ഒരു സ്ഥലത്തെ അതിനിപ്പോൾ ഒരു മല പോലത്തെ സാധനം കേട്ടോ. അവിടെ ഏതോ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും തിരിച്ച് നടന്നത്. പിന്നെ ഇതാ രണ്ടാളും തന്നെ വീണ്ടും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കൈ വിട്ടുമ്പോൾ ഉള്ള നേരത്തെ പാചകങ്ങൾ കണ്ടല്ലോ. അവർ ഇനിയും പാഴ വിചാരിച്ചിട്ടോ. കൈ വിടാണ്ട് മുറുക്കെ പിടിച്ചത് നോക്കി പിടിച്ചാണ് കേട്ടോ ഗൈസ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഈ മുകളിൽ കാണുന്ന പാലം പച്ചാണ്ടല്ലോ, അത് ഏതോ ഒരു ഡാമിൻ്റെ ഇതാട്ടോ. ആ ഡാം തുറന്നതിന് വെള്ളം പോകുന്ന സാധനമാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടല്ല. അന്നേരം ഞാൻ പറഞ്ഞ ഒരു വീടിൻ്റെ അവിടെ ചോദിച്ചു നോക്കും. ചോദിച്ചിട്ട് അവിടെ തേച്ച് പറഞ്ഞ് ആദ്യമുള്ളത് തന്നെയാണ്. പിന്നെ ഒരു തോട്ടിൻ്റെ മുകളിൽ കയറ്റിച്ച് അവിടുത്തെ വെള്ളമൊക്കെ കാണിച്ചു കൊടുത്തു. എന്ത് വെള്ളം ആദ്യം പറയാൻ മീമിനാട്ടോ. പിന്നെ നമ്മൾ അവിടെ നമ്മൾ കൊണ്ടുപോയി. ഈ നായനെ കണ്ടീനാണ് ഗൈസ് എൻ്റെ കൈമിൽ വരക്കേന് പാഞ്ഞത്. നല്ല മുഞ്ചിൽ ഇതിനെ കാണാൻ അന്നേരത്തേക്ക് നമ്മളവിടെ കളിക്കാൻ വന്നിട്ട് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഈ നായനെ കാണുന്നത്. പിന്നെ ആ വീട്ടിൽ അങ്ങനെ നമ്മൾ ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇടക്കിടക്കൊക്കെ നായനെ കാണാനായിട്ട്. അന്നായിക്കാണ് നമ്മളെ കാണുന്നതിന് തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പൂവും കൊണ്ടിറങ്ങി. പിന്നെ മഴയത്തിൽ എല്ലായിടത്തും വെള്ളം നിറഞ്ഞുകൊണ്ട് തന്നെ ആ വെള്ളം നോക്കിയിട്ട് തന്നെ ആക്കി നിൽക്കണം അത്ര. അതിൽ മീമി ഉണ്ട് കുറേ സമയത്ത് അതിനെ നോക്കിയെന്ന്. പിന്നെ മഴ പെയ്യുന്നതിന് മുന്നേ വീട്ടിലെത്താൻ വെച്ചിട്ട് നമ്മൾ വീട്ടിലൊക്കെ പോകാനായിട്ട് പോകുകയാണ്. അങ്ങനെ പോകാൻ കഴിയുമ്പോഴാണ് ഇത് കണ്ടത്. തലയുടെ ക്ലിപ്പ് കഴിച്ച് കൈമിലാക്കി വെച്ചത്. പിന്നെ പോകുമ്പോൾ റയ്യു ആട്ടോ എടുത്തത്. കാരണം ഇന്നെ റയ്യു എടുക്കണം പോലും. അങ്ങനത്തെ അവൻ പിടിച്ച് കുറച്ച് സമയം നടന്നു. കാണാൻ തോന്നുന്നല്ലോ ആളെ നോട്ടത് അതിലും മീമേലുണ്ട് കണ്ടോ നോക്കി. പിന്നെ വീണ്ടും അവൻ നോക്കിക്കളെ. അവിടുന്ന് നമ്മൾ വീണ്ടും തിരിച്ചു കൈസ്. എത്ര ദൂരം നമ്മൾ നടന്നിട്ട് പോരാത്തുള്ളത്. പിന്നെ അതിൻ്റെ അടുത്ത് ഇവൻ കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടോ. പിന്നെ ഭയങ്കര യോയോ ആക്കിയിട്ടാണ് കേസ് വരുന്നത്. പിന്നെ അവൾക്ക് ഒറ്റ ഒരു വാശി അവൾക്ക് നടക്കുന്നത്. അവൻ കേൾച്ചിട്ടില്ല. അതിനാണ് കരയുന്ന എക്സ്പീരിയൻസ് ആക്കിയിട്ട്. എവിടെ തോടിയാണ് ഇതുപോലെ നോക്കിയത് നമുക്ക് സമാധാനം കിട്ടും കേട്ടോ. പിന്നെ അവിടെ തന്നെ തോടുന്നത് കുറച്ച് സമയം നോക്കിയിട്ട് നമ്മൾ വീണ്ടും പോയി. പിന്നെ പോകുന്നെങ്കിൽ ഒരു വീടിൻ്റെ മുമ്പിലോട്ട് ഒരു ഉറവ പൊട്ടി ഇതാണ് കഴിച്ചിട്ട് നോക്കുന്നത്. നല്ല വേണം. പിന്നെ വെറുതെ അതിലോട്ടങ്ങ് നടന്നു എന്തോ ഒരു സുഖം. ആ വീട്ടിന് മുമ്പിലാട്ടോ ഉറവ പൊട്ടിട്ട് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ വീട്ടിൽ കഴിച്ചു. പിന്നെ അതിന് ഇപ്പോഴത്തെ ഒരു ചെറിയൊരു തോടുണ്ട് കേട്ടോ. അവിടത്തേക്ക് നടന്ന് നോക്കുമ്പോഴാണ് ആ തോട്ടിനുള്ളിൽ ചെറിയൊരു കുഞ്ഞു ബബിൾ പൊടിച്ച സാധനം. കള്ളക്കരച്ചിട്ട് കഴിച്ചിട്ട് ശരിക്കും കള്ളക്കരച്ചത് കാണൂല കണ്ട് കളിക്കുന്നതാണ് ഗൈസ്. പിന്നെ മഴക്കാർ വരുന്ന പോലെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മളെല്ലാം കോട്ടിടാൻ തുടങ്ങി. അങ്ങനെ രണ്ടിടത്തിനും കോട്ട് നടത്തിപ്പിച്ച് കഴിച്ചു. എപ്പോഴാണ് മഴ പെയ്യാന്നറിയാലോ. എന്തോ ഭാഗ്യമാട്ടോ കോട്ടും കുടയൊക്കെ കഴിഞ്ഞ് കഴിച്ചത്. പിന്നെ കയറുമ്പോഴത്തേക്ക് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറ്റി ഇനിയും കുറച്ച് നടക്കാനുണ്ടായിരുന്നു വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ പോകുന്ന വൈകിയത് ഒന്ന് തിരിയാൻ പറഞ്ഞാൽ കഴിച്ചത് എന്ത് നിഷ്കളങ്കമായി ചെയ്യും.
പിന്നെ ഇതേ വീടെത്താനായത് മഴത്ത് കുറച്ചും കൂടി നനഞ്ഞത് എൻ്റെ ഇടയിൽ നടന്നതാണ് കഴിച്ചത്. പിന്നെ ഇതേ ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു ഇടയുണ്ട്, ആ ഇടയിൽ കയറാട്ടോ എൻ്റെ വീട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.